മുമ്പ് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട്, ഭാവിയിൽ താല്പര്യമുണ്ടായേക്കാം, ഞാൻ ഇറങ്ങിയേക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. അത് കുറച്ചും കൂടി വിശദമായിട്ട് ഞാൻ പറയാം. എനിക്ക് പൊളിറ്റീഷ്യൻ എന്ന് വെച്ചാൽ അവർ ഒരുപാട് സർവീസ് ചെയ്യണം. മെയിൻ വൺ വേർഡ് ഒരു പൊളിറ്റീഷ്യനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ടു സേ ദാറ്റ് ബി സർവീസ് ഓറിയൻറ്റഡ് ആണ്. അത് എനിക്ക് ചെയ്യാനുള്ള ഒരു അത് ഉണ്ട്. പക്ഷേ ബീങ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ചില റിസർവേഷൻസ് ഉണ്ട് ചിലത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ മേ ബി അല്ല, സർവീസ് ചെയ്യാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമാകണം എന്നില്ലല്ലോ. അങ്ങനെ ഇല്ലല്ലോ. എക്സാക്ട്ലി ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആവണ്ടെന്നാണോ? അങ്ങനെയാണ്. വേണമെങ്കിൽ അങ്ങനെ വെക്കാം. നിങ്ങൾ ഇങ്ങനെ അങ്ങനെയാണ് ചോദിക്കണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സുരേഷ് ഗോപിയായിട്ട് നല്ല ബന്ധമുള്ള ഒരു സുഹൃത്തായതുകൊണ്ടാണ് പ്രചാരണത്തിന് വന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ BJP-യിലേക്കാകുമോ ശോഭന പോവുക എന്നൊക്കെ സംശയമുണ്ട്. നിങ്ങൾക്കുണ്ട്? എനിക്കുണ്ട്. നിങ്ങൾ ഇങ്ങനെ സംശയം ചെയ്തോണ്ട് നിൽക്കുക. പറയില്ല. അത് പക്ഷേ രഹസ്യമാക്കി വെക്കാൻ പറ്റില്ലല്ലോ, നാളെ സംഭവിക്കുകയാണെങ്കിൽ. നാളെ നിങ്ങൾ തിരിച്ചു വന്ന് എടുക്കൂ ഇന്റർവ്യൂ. പുതിയ ആൾക്കാർ, ഇപ്പോൾ പുതിയ റൈറ്റേഴ്സും പുതിയ ഡയറക്ടേഴ്സും ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ അവരെ ശോഭന കേൾക്കുവോ? അങ്ങനെ പിന്നെ അവരെല്ലാരും ഡയറക്റ്റ് വാട്സാപ്പ് അല്ലേ, മാം ദിസ് ഇസ് മൈ സ്ക്രിപ്റ്റ്. ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇഷ്ടമില്ലാത്തത് എന്താണ് ശോഭനയ്ക്ക്? ഇഷ്ടമില്ലാത്തത് എനിക്ക് എക്സാമ്പിൾ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഈ ഓണം ഡ്രസ്സ് ട്രഡീഷണൽ ആയിട്ട് ഇടുമ്പോൾ എനിക്ക് ഒരു വ്യത്യാസമായിട്ട് എനിക്ക് ബ്ലൗസ് ഇടാൻ ഇഷ്ടമല്ല. എനിക്ക് ചില ഐ ലൈക്ക് ദ ഓൾഡ് പണ്ടത്തെ ഇങ്ങനത്തെ ഒരു ഫാഷൻ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കി പിന്നെ ആ കോണ്ടന്റ് മാത്രം എടുത്ത് നെഗറ്റീവ് മാത്രം എടുത്ത് അവരിങ്ങനെ ബിസിനസ് ഉണ്ടാക്കുന്നത് അവർക്ക് നല്ലതാണ്. പക്ഷെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റ്, ഒരുപാട് വയസ്സായ ആർട്ടിസ്റ്റ് അവരിങ്ങനെ അവരിങ്ങനെ ട്രോള് ചെയ്യണം, അത് എനിക്കത് ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു. അപ്പം ന്യൂസ് കാണാറുണ്ടോ? ന്യൂസ് അയ്യോ, റിപ്പോർട്ടർ ചാനലല്ലേ എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഈ ഗോവിന്ദസ്വാമി ജയിലിൽ തട്ടിപ്പോയില്ലേ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോയി പിടിച്ചല്ലേ, ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് തിങ്. ആ വാർത്തയൊക്കെ കണ്ടു. എത്ര മാത്രം നിങ്ങൾ ഈ പോലീസ് പോകുന്ന മുമ്പ് നിങ്ങൾ ഇങ്ങനെ വാനിൽ കൂടെ പോയിട്ട് ട്രോള് കാണാമെന്നൊരു സംശയം. അങ്ങനെയല്ല, ഇറ്റ്സ് ലവ്ലി ദാറ്റ്. അങ്ങനെ വാർത്തയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ? അതിന് വാർത്തയൊക്കെ കാണാൻ സമയം കിട്ടാറില്ല. ഒരു ചാനൽ അങ്ങനെ എടുത്ത് കാണാറില്ല. വല്ലപ്പോഴും കണ്ടുപോകുമ്പോൾ കിട്ടിയല്ലോ. പിന്നെ നിങ്ങളെ കണ്ടിട്ടുണ്ട്. താങ്ക് യു. ഇപ്പം ശോഭന സിനിമ വിട്ട് ഡാൻസിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞു എന്ന് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? അങ്ങനെയല്ല. നമ്മളൊരു പാഷനാണ്. ഇപ്പം നിങ്ങളുടെ ഒരു അരുൺ കുമാർ, അവരൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരുന്നു. അവരെല്ലാം ജോലി വിട്ടിട്ട് പോയില്ലേ ഇതിന്? ഇതേപോലെ തന്നെയൊക്കെയാണ്. അതുപോലെയാണോ?